ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെം ഹിസ്റ്ററിക്കാരുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1-ലെ 4ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ പെയ്ഡ് അസൈൻമെൻറ്റ്സ്, പെയ്ഡ് നോട്ട്സൊക്കെ ഉണ്ട്, അതൊക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ അതിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ അത് പറയുന്നതിന് കൂടെ പറയുകയാണെങ്കിൽ നമ്പർ ഉപയോഗിച്ചിട്ട് നോട്ട് വാങ്ങിയ ആളുകൾ ക്ലാസ് ഗ്രൂപ്പിൽ ഒന്നിച്ച് ഈ നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. വെറുതെ ചെയ്യുന്നവരുണ്ട്, കാശിന് കൊടുക്കുന്നവരുമുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ടായിരിക്കും ഒരു വ്യക്തി ഇത് ഇരുന്ന് ചെയ്യണമെന്നുള്ള ചിന്തിച്ചാൽ മതി. കുറച്ച് ഉത്വാനുണ്ടല്ലോ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് തക്കതായ കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളത് അനുഭവിക്കുക. 2-3 ആളുകൾ ഇപ്പോൾ പിടിക്കപ്പെട്ടപ്പോഴാണ് അവർ തന്നെ ഇതിന് പിടിക്കുമെന്നുള്ളൊരു രീതിയിലെത്തിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണല്ലോ വാങ്ങുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് ഓർമ്മയിലുണ്ടാക്കുന്നത്. ഭീഷണിപ്പെടുത്തുമൊന്നുമല്ല, സൂചിപ്പിക്കുക മാത്രം. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. കേരള ഹിസ്റ്ററിയിലെ ഫസ്റ്റ് 4ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് ബ്രാഹ്മിൻ സെറ്റിൽമെൻറ്റ്സ് ആൻഡ് അഗ്രേറിയൻ സ്ട്രക്ചർ എന്നാണ്. ബ്രാഹ്മണ അധിവാസ കേന്ദ്രങ്ങളും കാർഷിക ഘടനയും. ഇതിൽ നമ്മളോട് ചോദിക്കുന്ന പ്രധാനമായിട്ടുള്ളത് വരുന്നത് നദീതീരത്തെ ബ്രാഹ്മണ വാസസ്ഥലങ്ങളുടെ പിന്നിലെ കാരണങ്ങളും കാർഷിക നിയന്ത്രണത്തിൽ അവയുടെ പങ്കുമാണ്. അപ്പോൾ നദീതീരങ്ങളിൽ ബ്രാഹ്മണ അധിവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമല്ല, എല്ലാ അധിവാസ കേന്ദ്രങ്ങളുടെയും തുടക്കം എവിടെ തന്നെയാണ്? നദീതീരങ്ങളിൽ തന്നെയാണ്. ചിലപ്പോൾ ആ രീതിക്ക് അത് നമ്മളോട് മാറി ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ആ 2 രീതിയിൽ ചോദിച്ചാൽ ഉത്തരം എഴുതുന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. നദീതടങ്ങൾ എന്ന് പറയുന്നത് കൃഷിക്ക് ജലലഭ്യത ഉറപ്പായിട്ടുള്ള മേഖലയാണ്. അപ്പോൾ അത് കൃഷിക്ക് അനിവാര്യമായ ജലലഭ്യത അനിവാര്യമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പല പ്രാചീന വാസസ്ഥലങ്ങളും നദീതീരങ്ങളിൽ തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മനുഷ്യവാസം നദികളിലൂടെ എത്തുന്ന പോഷകമായ അല്ലെങ്കിൽ പോഷകസമൃദ്ധമായ മണ്ണ് കൃഷിക്ക് അനിവാര്യമാണ്. കൃഷിയായിരുന്നു മനുഷ്യൻ സാമൂഹ്യ ജീവിതത്തിൻ്റെ തുടക്കം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, മനുഷ്യവാസം അധികവും നദീതീരം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ബ്രാഹ്മണരുടേതായിട്ട് ചോദിക്കുമ്പോൾ ബ്രാഹ്മണരുടേതായിട്ട് അങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. മാത്രമല്ല നദികളെ ഗതാഗത മാർഗമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് വ്യാപാരവും വളരെയധികം പുരോഗതി നേടി. സംസ്കാരങ്ങളുടെ ബന്ധങ്ങളും വളർന്നു അതിലൂടെ. അതായത് വ്യാപാരത്തിലൂടെ സാംസ്കാരിക കൈമാറ്റം നടക്കില്ല. അപ്പോൾ സാംസ്കാരിക ബന്ധങ്ങളും അതിലൂടെ വളർന്നു വന്നു. ജലസമ്പത്തും ഫലവത്തായ ഭൂമിയും കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും വലിയ ജനസംഖ്യയെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള കഴിവും അതിന് കഴിയുന്ന വിധത്തിലുള്ള ഘടകങ്ങളായിട്ട് പ്രവർത്തിക്കാൻ കൂടി ചെയ്തു. മാത്രമല്ല മൃഗസംരക്ഷണത്തിനും ഇത് അനുയോജ്യമായി. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം നദീതടങ്ങളിൽ ജലസംഭരണികൾ നിയന്ത്രിച്ച് കാർഷിക ഉൽപ്പാദനം സ്ഥിരതയുള്ളതാക്കാൻ, അതായത് സ്ഥിരമായൊരു ഉൽപ്പാദനം ലഭ്യമാക്കാനുള്ള സാധ്യത അത് വർദ്ധിപ്പിച്ചു. മാത്രമല്ല മുഴുവൻ വിളകളും, പലതരത്തിലുള്ള മുഴുവൻ വിളകളും കൃഷി ചെയ്യുന്നതിനുള്ള ഇടങ്ങളായിട്ട് അവയെ മാറ്റപ്പെട്ടു. ജലനിരപ്പ് നിയന്ത്രിച്ച് ധാരാളം ആളുകൾ കൃഷി ചെയ്യാൻ സാധ്യതയുള്ള ഇടമാണിത് നദീതടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് നദീതടങ്ങളിലെ വാസസ്ഥലങ്ങളുടെ കാർഷിക മേഖലയിൽ അവയുടെ പങ്ക്. അതുകൊണ്ട് തന്നെയാണ് ബ്രാഹ്മണരുടെ അധിവാസ കേന്ദ്രങ്ങളും ആദ്യം അവിടെ തന്നെ ഉയർന്നു വന്നത്, നദീതടങ്ങളിൽ തന്നെ ഉയർന്നു വന്നത്. അപ്പോൾ അതിന്ന് നമ്മളോട് ചോദിക്കുന്നു എന്നത്. അപ്പോൾ 2 രീതിയിൽ ചോദിക്കാം. 2 രീതിയിൽ ചോദിച്ചാൽ എഴുതാവുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാം. പിന്നെ മാക്കോദയിലെ പെരുമാക്കളുടെ ഉദയത്തിൽ ബ്രാഹ്മണരുടെ പങ്ക് എന്താണ്? ബ്രാഹ്മണർ ആ കാലത്തിൽ വിദ്യാഭ്യാസത്തിലും സംസ്കാര വളർച്ചയ്ക്കുമുള്ള ഒരു മുഖ്യ കേന്ദ്രമായിട്ടാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. പെരുമാക്കളുടെ ഭരണത്തിൽ ബ്രാഹ്മണർ വേദപരമായ ശിക്ഷണം, അതായത് വേദം പഠിപ്പിക്കുന്നതിനും ആചാരപരമായിട്ടുള്ള ശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ബ്രാഹ്മണരെ പെരുമാക്കളുടെ ഭരണത്തിന് മതപരമായ ഒരു സ്വീകാര്യത നൽകുന്നതിലേറെ സഹായിച്ച ആളുകളാണ്. യജ്ഞങ്ങൾ, അതുപോലെ പൂജകൾ, വൈദിക കർമ്മങ്ങൾ എന്നിവ മുഖേന ഭരണാധികാരികൾക്ക് ദൈവികമായ ഒരു അവകാശവാദവും അവർ ഉറപ്പിച്ചു. അപ്പോൾ ഭരണാധികാരികളുടെയൊക്കെ പിന്തുണ തീർച്ചയായിട്ടും ആർക്കുണ്ടായി? ഈ ബ്രാഹ്മണർക്ക് ലഭിച്ചു. ബ്രാഹ്മണരുടെ സാന്നിധ്യം പെരുമാക്കളുടെ ഭരണത്തെ ധർമ്മബദ്ധമായ രീതിയിലേക്ക് മാറ്റി. ജനങ്ങളോട് ആ ഒരു രീതിയിൽ ഇടപഴകാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. അതിലൂടെ ഭരണാധികാരികൾക്ക് സാമൂഹിക അംഗീകാരവും ലഭിച്ചു. അങ്ങനെ പെരുമാക്കൾ ബ്രാഹ്മണർക്ക് ഭൂമി ദാനം നൽകാൻ തുടങ്ങി. ആ ദാനം നൽകുന്നതിൽ ബ്രാഹ്മണർ അവിടെയായിട്ട് സ്ഥിരതാമസം ഉറപ്പിക്കുകയും ചെയ്തു. ഇത് പ്രദേശത്തെ സാമ്പത്തിക മതപര സ്ഥിതിഗതികൾ കുറേ കൂടി ബ്രാഹ്മണ സ്വാധീനത്തിലാക്കി മാറ്റുന്നതിലേക്ക് നയിച്ചു. ചില പെരുമാക്കളുടെ രാജ്യസഭയിൽ ബ്രാഹ്മണ ഉപദേഷ്ടാക്കൾ ആയിട്ടുള്ള ആളുകളും രാഷ്ട്രീയ തീരുമാനങ്ങളിൽ സുതാര്യമായിട്ട് ഇടപെടുന്ന ആളുകളായിട്ടുള്ള ബ്രാഹ്മണരുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ ചരിത്ര സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ബ്രാഹ്മണർക്ക് എന്തുണ്ട്, പെരുമാക്കളുടെ ഭരണത്തിൽ മുഖ്യമായൊരു പങ്ക് ഉണ്ട്.
ഇനി നമ്മളോട് ചോദിക്കുക എന്താണ് ബ്രഹ്മസ്വം, എന്താണ് ദേവസ്വം എന്ന് ചോദിക്കും. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ദേവസ്വത്തിൻ്റെ ബ്രഹ്മസ്വത്തിൻ്റെ വ്യത്യാസങ്ങളും ചോദിക്കാം. അപ്പോൾ രണ്ടും ഒന്നിച്ച് ആദ്യം നമ്മൾ എന്താണ് ബ്രഹ്മസ്വത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറയാം. ബ്രഹ്മസ്വം എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ഭൂമിയാണ്. അപ്പോൾ അവിടെ എന്താണ്, വ്യക്തിപരമായിട്ട് ബ്രാഹ്മണർക്കാണ് അതിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടാവുക, അതായത് അതിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ടാവുക. ബ്രാഹ്മണർ സ്വതന്ത്രമായിട്ട് അവിടെ ഭരണം നടത്തുകയും വേറൊരു അധികാര ഇടപെടലിനെ അവരെ അനുവദിക്കാതിരിക്കുകയും ചെയ്യും. ബ്രാഹ്മണർ സ്വന്തമായിട്ട് കൃഷി ചെയ്യുകയും വാടകയ്ക്ക് നൽകുകയും വിൽക്കുകയും ചെയ്യാനുള്ള അധികാരം ബ്രാഹ്മണർക്കുണ്ട്. ഏത് ഭൂമി? ബ്രഹ്മസ്വ ഭൂമിക്ക്. പലപ്പോഴും നികുതി വിമുക്തമായിരുന്ന ആ ഭൂമി, അതായത് ആ ബ്രഹ്മസ്വമായിട്ട് കിട്ടുന്ന ഭൂമിക്ക് നികുതി കൊടുക്കേണ്ടിയിരുന്നില്ല എന്നല്ല. പിന്നെ ബ്രാഹ്മണരുടെ ജീവിത നിലവാരം നിലനിർത്താനും അതുപോലെ തന്നെ വേദാധ്യയനം, യജ്ഞങ്ങൾ എന്നിവയ്ക്കൊക്കെ പിന്തുണ നൽകാൻ അവർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർക്ക് ഇത്തരത്തിൽ ഭൂമി ദാനമായിട്ട് നൽകിയിരുന്നത്. അതിൻ്റെ ഉദ്ദേശം അതാണ്. പിന്നെ ബ്രാഹ്മണർ തങ്ങളുടേതെന്ന് കരുതി ഈ ഭൂമിയുടെ ഉപയോഗം മാറ്റുകയും അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് അതിനനുസൃതമായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബ്രഹ്മസ്വം ഭൂമിയുടെ പ്രത്യേകത. ഇനി ദേവസ്വം ഭൂമി എന്ന് പറയുന്നതോ ദേവതകളെ അഥവാ ക്ഷേത്രങ്ങളെ ദേവസ്ഥാനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ദേവസ്വം ഭൂമി. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥത ചോദിച്ചാൽ ദേവതയുടെ പേരിലാണ് ഭൂമി ഉണ്ടായിരുന്നത്. ക്ഷേത്രം പ്രതിനിധാനം ചെയ്തവരാണ് അതിൻ്റെ ഉടമസ്ഥ. നാമമാത്രം, അതായത് ക്ഷേത്രത്തിൻ്റെ ആകുമ്പോൾ ഒരാളുടേതെന്ന് പറയാൻ കഴിയില്ലല്ലോ, അപ്പോൾ നാമമാത്രം ഉടമസ്ഥരായിട്ടുണ്ടായിരുന്നത്. ദേവതയുടെ പേരിലുള്ള ഭൂമിയിൽ ക്ഷേത്രഭരണ സമിതികൾ, ട്രസ്റ്റുകൾ, പുരോഹിതർ എന്നിവരുടെ നിയന്ത്രണം ഉണ്ടായിരിക്കും. പിന്നെ ക്ഷേത്രത്തിൻ്റെയും ഭണ്ഡാരത്തിൻ്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമിയുടെ വരുമാനം അവർ ഉപയോഗിച്ചു. അത് എന്തല്ല, ഇപ്പോൾ അവിടെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയല്ല, ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദേവസ്വം ഭൂമിയുടെ വരുമാനം ഉപയോഗിച്ചിരുന്നത്. പലതവണ ദേവസ്വത്തുക്കളും നികുതി വിമുക്തമായിരുന്നു. പിന്നെ ചിലപ്പോൾ സർക്കാർ നിരീക്ഷണത്തിൽ നികുതി അടയ്ക്കേണ്ട ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതാണ് ചില തവണ എന്ന് പറയുന്നത്, ചില ഘട്ടങ്ങളിൽ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ക്ഷേത്രങ്ങളുടെ പീഠ പരിഷ്കാരം, അതുപോലെ തന്നെ ഉത്സവങ്ങൾ, ദാനധർമ്മങ്ങൾ തുടങ്ങിയവ നടത്താനും അതിൻ്റെ വരുമാനം ഉപയോഗിച്ചിരുന്നു. ക്ഷേത്രപ്രവർത്തനങ്ങൾക്കായുള്ള ഉപയോഗം മാത്രം വ്യക്തിഗത ചിന്താ പദ്ധതിക്ക് യാതൊരു സ്ഥാനവും ഇല്ലാത്ത ഭൂമിയാണ് ഏത്? ദേവസ്വം ഭൂമി. അപ്പോൾ ദേവസ്വം ബ്രഹ്മസ്വവും കിട്ടി, അത് തമ്മിലുള്ള വ്യത്യാസവും എഴുതാൻ പഠിച്ചു. ഇനി നമുക്ക് പെരുമാൾ കാലഘട്ടത്തിലെ അധികാര ശ്രേണിയിൽ ഭൂവുടമസ്ഥതയ്ക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പെരുമാൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പെരുമാൾ ഭരണാധികാരികൾ കീഴിൽ വിവിധ തലത്തിലുള്ള ഭൂവുടമസ്ഥരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കീഴിലുള്ള ഭൂവുടമസ്ഥരാരൊക്കെയാണ്? ഒന്നാമത്തത് പ്രഭുക്കളാണ്, ഭൂപ്രഭുക്കൾ. പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭൂപ്രഭുക്കൾ ആരാണ്. കീഴിൽ ധാരാളം ഭൂമിയുള്ള ആളുകളാണ് ആര്, അതായത് വൻകിട ഹെക്ടർ കണക്കിന് ഭൂമിയുടെ ഉടമസ്ഥരാണ് ആര്? ഭൂപ്രഭുക്കൾ എന്നറിയപ്പെട്ടിരുന്നത്. ഇനി മറ്റൊരു വിഭാഗമാണ് കുടിയാന്മാർ എന്ന് പറയുന്നത്. കുടിയാന്മാർ എന്ന് പറയുമ്പോൾ എന്താണ്, വലിയ അളവിലൊന്നും ഭൂമി അവരുടെ ഉടമസ്ഥതയിൽ ഉണ്ടാവില്ല, പക്ഷേ അവരെന്ത് ചെയ്യും, ആർക്ക് വേണ്ടി ജോലി ചെയ്യും? പെരുമാക്കന്മാർക്ക് വേണ്ടിയിട്ട്, ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭൂവുടമകൾക്ക് വേണ്ടിയിട്ട്, ഭൂപ്രഭുക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഭൂമിയിൽ പണിയെടുത്തു കൊടുക്കും. ചെറിയ അളവിൽ ഭൂമിയുടെ ഉടമസ്ഥതയും ഉണ്ടാകും. ഇതിൽ ഭൂപ്രഭുക്കളെ വാളാരുകൾ എന്നും ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നു. പെരുമാൾ കാലഘട്ടത്തിൽ ഭൂപ്രഭുക്കളെ വാളാരുകൾ എന്ന പേരിലും അറിയപ്പെട്ടു. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് ദാസന്മാർ. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ, ഭൂമിയുടെ ഉടമസ്ഥാവകാശമില്ല, സ്വന്തമായിട്ട് ഭൂമിയില്ല, പിന്നെ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർക്ക് എന്താണ്, അതിനുള്ള ആസ്തിയില്ല. ആരുടെ കരുണയിൽ, ആർക്ക് കീഴിൽ? വൻകിട ഭൂപ്രഭുക്കളുടെ കരുണയിൽ അവർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തന സമയത്ത് മാത്രം ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടുന്ന ഒരു വിഭാഗമായിരുന്നു ആര്? ദാസന്മാരെന്ന് പറയുന്ന മൂന്നാമത്തെ വിഭാഗം. ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ഒരു യൂണിറ്റ് എന്ന് വരും. ഇനി ഒരു യൂണിറ്റ് കൂടി നമുക്ക് ഈ ഒരു ബ്ലോക്കിലുണ്ട്. അടുത്തൊരു വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.